In the beginning, when God created the heavens and the earth was a formless void, and darkness covered the face of the deep, while a wind from God swept over the face of the waters. Then God said, "Let there be light," and there was light. And God saw that the light was good, and God separated the light from the darkness. God called the light day, and the darkness He called night. And there was evening, and there was morning, the first day. മാനവചരിത്രത്തിൻ്റെ ആരംഭം മുതൽ ദൈവവിശ്വാസവും അതിന് വിരുദ്ധമായ ചിന്താധാരകളും ഏറ്റുമുട്ടുന്ന ചർച്ചാവേദികൾ നാം കാണുന്നുണ്ട്. സ്വന്തം അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ദൈവത്തിൻ്റെ അസ്തിത്വത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നവർ ദൈവവിശ്വാസികളായും, വിവിധ സിദ്ധാന്തങ്ങളുടെയും തത്വശാസ്ത്രങ്ങളുടെയും പിൻബലത്തിൽ മറ്റൊരു വിഭാഗം നിരീശ്വരവാദികളായും രംഗത്തെത്തുന്നു. എന്നാൽ ആധികാരികമായി എന്നവണ്ണം ശാസ്ത്രത്തിൻ്റെയും ശാസ്ത്രീയ സിദ്ധാന്തങ്ങളുടെയും ചുവട് പിടിച്ച് ദൈവാസ്തിത്വത്തെ നിഷേധിക്കുന്നവരുടെ വാദഗതികളെ ആഴത്തിൽ വിശകലനം ചെയ്യുമ്പോൾ അത്തരം നിരീശ്വരവാദ നിലപാടുകളുടെ പൊള്ളത്തരം വ്യക്തമാകുന്നുണ്ട്. ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലുകളെ ആധാരമാക്കി നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്നത് യുക്തിരഹിതമാണെന്ന് നാം ഇവിടെ തിരിച്ചറിയുന്നു. ബൗദ്ധികമായ തത്വചിന്തകളുടെ വെളിച്ചത്തിൽ ദൈവാസ്തിത്വത്തെ നിഷേധിക്കാൻ ശ്രമിക്കുന്ന അനേകർ തങ്ങളുടെ വാദഗതികൾക്ക് ആധാരമായി സ്വീകരിക്കുന്നത് ചില ശാസ്ത്രീയ നിഗമനങ്ങളും സിദ്ധാന്തങ്ങളുമാണ്. സങ്കുചിതമായ ചില ധാരണകളുടെ വെളിച്ചത്തിലാണ് പലരും നിരീശ്വരവാദികളായി സ്വയം അവതരിപ്പിക്കുന്നത് എന്നതാണ് വാസ്തവം. അടിസ്ഥാനപരമായി അത്തരക്കാർ സൂക്ഷിക്കുന്ന ദൈവസങ്കല്പം തന്നെ അപക്വമാണ് എന്ന് വിലയിരുത്താൻ കഴിയും. ആരാണ് ദൈവം എന്ന ചോദ്യത്തിന് വ്യക്തമായൊരുത്തരം കണ്ടെത്താൻ കഴിയാത്തവരും അപക്വമായ ധാരണകളുടെ വെളിച്ചത്തിൽ ചില വിശദീകരണങ്ങളിൽ സ്വയം എത്തിച്ചേർന്നവരുമാണ് പതിവായി യുക്തിചിന്തകളുടെയും ശാസ്ത്രീയ ചിന്തകളുടെയും വെളിച്ചത്തിൽ ദൈവവിശ്വാസത്തെ ചോദ്യം ചെയ്തു വരുന്നത്. ഡേവിഡ് ഹ്യൂം എൻ്റെ അറിവിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു എത്തിയിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകം ഡയലോഗ്സ് കൺസേണിങ് നാച്ചുറൽ റിലിജൻ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. വളരെ വളരെ ഫേമസ് ആണ്. 1776 മറ്റേ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ്. ഇപ്പോഴും മിക്ക യൂണിവേഴ്സിറ്റികളിലും ലോകമൊട്ടാകെ മിക്ക യൂണിവേഴ്സിറ്റികളിലും സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ടത്. അത് വലിയ ഫേമസ് ആയിട്ടുള്ള പുസ്തകം എഴുതിയ ആളാണ്, ഏത്തിയസിസത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെ നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ ചിന്താഗതി, അദ്ദേഹത്തിൻ്റെ ദൈവം വളരെ വളരെ ക്രൂരനായ ഒരു ദൈവമാണ്. എങ്ങനെയാണ് മറ്റുള്ളവർ തെറ്റ് കണ്ടുപിടിക്കേണ്ടത്, തെറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരെ ശിക്ഷിക്കേണ്ടതെന്നുള്ള ചിന്ത മാത്രമേ ആ ദൈവത്തിനുണ്ടായിരുന്നുള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചെറിയൊരു ഓട്ടോബയോഗ്രഫിയിൽ പറയുന്നത്. ഇങ്ങനെയുണ്ടല്ലോ, ഇങ്ങനെ പല ഏത്തിയസും ദൈവത്തെപ്പറ്റി വളരെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉള്ളവരാണ്. ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇവരെ ഏത്തിയസ്റ്റ് ആക്കിയതെന്ന് എനിക്കൊരു വളരെ ഗൗരവമായ സംശയമുണ്ട്. ആഴമുള്ള പഠനങ്ങളുടെ വെളിച്ചത്തിൽ അനേകം പണ്ഡിതർ ശാസ്ത്രീയ നിരീശ്വരത്വം എന്ന ആശയത്തിന് സാങ്കത്യമില്ലെന്ന് അടിവരയിട്ട് പറയുന്നു. ദൈവവിശ്വാസവും ശാസ്ത്രവും ശത്രുക്കളല്ല എന്നും തുറന്ന മനസ്സോടെ സമീപിച്ചാൽ പരസ്പര പൂരകങ്ങളാണ് എന്നും ഒട്ടേറെ പേർ തിരിച്ചറിയുന്നു. ശാസ്ത്രം വികസിച്ചു തുടങ്ങിയ കാലം മുതലാണ് നിരീശ്വരവാദം ശക്തിപ്പെട്ടു തുടങ്ങിയത് എന്ന വാദഗതി പ്രബലമാണ്. എന്നാൽ ഓരോ കാലത്തും ഉടലെടുത്തിട്ടുള്ള ശാസ്ത്രത്തിലുള്ള അമിതാശ്രയത്വവും ഉപരിപ്ലവമായ ചില മുൻധാരണകളും മാത്രമായിരുന്നു അത്തരം ചിന്താഗതികൾക്ക് പിന്നിലെന്ന് കാലം തെളിയിച്ചു. സയൻസ് ഡെവലപ്പ് ചെയ്തതിന് ശേഷം നിരീശ്വരവാദം കൂടിയെന്ന് പലരും പറയുന്നുണ്ട്. ചിലർ പറയുന്നു, ചില ചിന്തകർ പറയുന്നു സയൻസ് വന്നതുകൊണ്ടാണ് നിരീശ്വരവാദം വന്നതെന്ന്, അതായത് സ്ട്രോങ് ആയിട്ട് വന്നതെന്ന്. അതിലും ചില പരമാർത്ഥമുണ്ട്. ഫാദർ അഗസ്റ്റിൻ ഞാനും മുമ്പ് സൂചിപ്പിച്ചതുപോലെ മെക്കാനിക്കൽ ഫിലോസഫി ഓഫ് നേച്ചറും
അതുപോലെ തന്നെ ലോജിക്കൽ പോസിറ്റിവിസവും ഒക്കെ സയൻസിൻ്റെ വളർച്ചയുടെ നിഴലിൽ വളർന്നു വന്ന സിസ്റ്റംസാണ്. അപ്പോൾ ആ സയൻറ്റിഫിക് ഐഡിയാസ് അവർ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അവരവരുടെ ഏത്തിയസ്തം ഡെവലപ്പ് ചെയ്തത്. അതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അവരുടെ എല്ലാം അടിസ്ഥാനം, അവരുടെ എല്ലാം ഫൗണ്ടേഷൻ വളരെ വളരെ നാരോ ആണ്. ഇക്കാലത്തും ശാസ്ത്രത്തിൻ്റെ ചുവട് പിടിച്ച് ദൈവാസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന അനേകരുണ്ട്. അവരിൽ സാധാരണക്കാരും ശാസ്ത്രാന്വേഷികളും ശാസ്ത്രജ്ഞരും ഉൾപ്പെടും. തങ്ങൾ തിരിച്ചറിഞ്ഞ ശാസ്ത്രീയ നിഗമനങ്ങളുടെ വെളിച്ചത്തിൽ ദൈവം എന്ന സത്യത്തിന് നിലനിൽപ്പില്ല എന്ന് ചിലർ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോഴും ശാസ്ത്രീയ നേട്ടങ്ങളുടെ ഔന്നത്യത്തിൽ എത്തിച്ചേർന്ന അനേകം പണ്ഡിതർ ഉറച്ച ദൈവവിശ്വാസികളായി നമുക്ക് മുന്നിലുണ്ട്. ശാസ്ത്രീയ ഗവേഷണങ്ങളുടെ ആഴങ്ങളിൽ നിന്നും ദൈവാസ്തിത്വത്തെ തിരിച്ചറിഞ്ഞവരും അപൂർവമല്ല. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിൻ്റെ 16ാമത് ഡയറക്ടറും ഹ്യൂമൻ ജിനോം പ്രൊജക്റ്റിൻ്റെ തലവനുമായ ഫ്രാൻസിസ് കോളിൻസ് യൗവനത്തിൽ ഒരു നിരീശ്വരവാദിയെന്ന് സ്വയം പരിചയപ്പെടുത്തിയിരുന്ന വ്യക്തിയാണ്. വിവിധ ശാസ്ത്രീയ ചിന്തകളിലെ ദൈവാസ്തിത്വ നിഷേധത്തെക്കുറിച്ച് ഗ്രഹിച്ചിരുന്ന അദ്ദേഹം പിൽക്കാലത്ത് ഒരു തികഞ്ഞ ദൈവവിശ്വാസിയായി തീർന്നു. താനൊരു സീരിയസ് ക്രിസ്ത്യനാണ് എന്ന് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നു. 2006 പ്രസിദ്ധീകരിക്കപ്പെട്ട ദൈവത്തിൻ്റെ ഭാഷ, ഒരു ശാസ്ത്രജ്ഞൻ ദൈവവിശ്വാസത്തിനുള്ള തെളിവുകൾ അവതരിപ്പിക്കുന്നു എന്ന ഗ്രന്ഥത്തിൽ ശാസ്ത്രീയ നേട്ടങ്ങളെയെല്ലാം ദൈവ ആരാധനയ്ക്കുള്ള അവസരങ്ങളായി അദ്ദേഹം അവതരിപ്പിക്കുന്നു. But I think for many scientists, particularly for those who have seen the shrill pronouncements from extreme views that threaten what they're doing scientifically and feel therefore that they can't really include those thoughts into their own worldview, faith can be seen as an enemy. And similarly, on the other side, some of my scientific colleagues who are of an atheist persuasion are sometimes using science as a club over the head of believers, basically suggesting that anything that can't be reduced to a scientific question isn't important and it just represents a superstition and should be gotten rid of. Part of the problem is, I think the extremists have occupied the stage. Those voices are the ones we hear. I think most people are actually kind of comfortable with the idea that science is a reliable way to learn about nature, but it's not the whole story. And there's a place also for religion, for faith, for theology, for philosophy. But that harmony perspective doesn't get as much attention. Nobody's as interested in harmony as they are in conflict, I'm afraid. 20ാം നൂറ്റാണ്ടിലെ ഇംഗ്ലീഷ് തത്വജ്ഞാനികളിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ആന്റണി ഫ്ലൂ. ജീവിതകാലത്ത് ഏറിയ പങ്കും ഒരു തികഞ്ഞ നിരീശ്വരവാദിയായി അറിയപ്പെട്ടിരുന്ന അദ്ദേഹം മതങ്ങളുടെ തത്വശാസ്ത്രത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചിരുന്നു. ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവ് കൂടിയേ തീരൂ എന്ന് അദ്ദേഹം 2004 പ്രഖ്യാപിച്ചത് സഹപ്രവർത്തകരെയും നിരീശ്വരവാദികളെയും ഒന്നുപോലെ അമ്പരപ്പിച്ചു. ആൻ്റണി ഫ്ലൂ ഒരു നിരീശ്വരവാദിയായിരുന്നു, വളരെ കാലത്തേക്ക് നിരീശ്വരവാദിയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കാലക്രമേണ അദ്ദേഹം തൻ്റെ ദൃഷ്ടികോണം കുറച്ചുകൂടെ വികസിപ്പിക്കാൻ ശ്രമിച്ചു. ഈ ബ്രോഡൻഡ് ഹിസ് പെർസ്പെക്റ്റീവ്. അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് അദ്ദേഹത്തിന് മനസാന്തരം വന്നതും അതുപോലെ തന്നെ അദ്ദേഹം ഒരു വിശ്വാസിയായി തീർന്നതും. ഇതുപോലെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഫ്രാൻസിസ് കോളിൻസിനെ പറ്റിയും അതുപോലെ തന്നെ അലൻ സാൻഡിജിനെ പറ്റിയും ഒക്കെ. സോ ദി സങ്കുചിതമായൊരു മനസ്ഥിതി ആണ് ഈ ഏത്തിയസം വരാനൊരു കാരണം എന്നാണ് പലരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രബലരായ നിരീശ്വരവാദ ചിന്തകരെ ശക്തിയുക്തം എതിരിട്ട അനേകം പണ്ഡിതരുണ്ട്. ബൗദ്ധിക ലോകം ഏറെ വാഴ്ത്തിപ്പാടുന്ന ചില പ്രശസ്തരായ നിരീശ്വരവാദികളെയും തങ്ങളുടെ ബോധ്യങ്ങൾ കൊണ്ട് മറികടക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ശാസ്ത്രവും തത്വശാസ്ത്രവും ഉയർത്തുന്ന ചോദ്യങ്ങൾക്കും വെല്ലുവിളികൾക്കും മുന്നിൽ ദൈവവിശ്വാസത്തിൻ്റെ തത്വസംഹിതകൾ മുട്ടുമടക്കില്ല എന്ന് അവർ തങ്ങളുടെ നിലപാടുകളിലൂടെ വ്യക്തമാക്കുന്നു. ഒരു അമേരിക്കൻ വിശകലന തത്വശാസ്ത്രജ്ഞനും
ദൈവശാസ്ത്രജ്ഞനുമാണ് വില്യം ലെയ്ൻ ക്രെയ്ഗ്. ദൈവശാസ്ത്രത്തിലും തത്വശാസ്ത്രത്തിലും ആഴമേറിയ പഠനങ്ങൾ നടത്തിയിട്ടുള്ള അദ്ദേഹം ദൈവാസ്തിത്വത്തെ നിഷേധിക്കുന്നവർക്കെതിരെ പലപ്പോഴും ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. തൻ്റെ ശക്തമായ ബോധ്യങ്ങളുടെ പിൻബലത്തിൽ ദൈവവിശ്വാസികളുടെ ശബ്ദമായി മാറിയ അദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയ നിരീശ്വരത്വത്തിനെതിരെയുള്ള ഡിബേറ്റുകൾ പ്രശസ്തങ്ങളാണ്. വളരെ വിഖ്യാതനായ ഒരു ഡിബേറ്ററാ ശാസ്ത്രത്തിൽ നിന്നും തത്വശാസ്ത്രത്തിൽ നിന്നുമൊക്കെ ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ദാർശനികനും ദൈവശാസ്ത്രത്തിനുമൊക്കെയാണ് വില്യം ലെയ്ൻ ക്രെയ്ഗ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹവും സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈമിലെ അതിർത്തിരഹിത സിദ്ധാന്തത്തെപ്പറ്റി പഠിച്ചിട്ട് പറയുന്നത് ഇങ്ങനെയാണ്. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ചോദ്യം ഇതാ, വാട്ട് പ്ലേസ് ദെൻ ഫോർ എ ക്രിയേറ്റർ? അതിനുള്ള ക്രെയ്ഗിൻ്റെ മറുചോദ്യം ഇതാ, വാട്ട് പ്രൈസ് ദെൻ ഫോർ എ ക്രിയേറ്റർ എന്ന്. ദൈവമില്ല എന്ന് പറയുന്നതിന് എന്ത് വില? ദാർശനികമായിട്ടോ താത്വികമായിട്ടോ ശാസ്ത്രീയമായിട്ടോ ഇതിനെന്തെങ്കിലും ഉറപ്പുള്ള അടിത്തറകളുണ്ടോ? ഇതിനെന്തെങ്കിലും യുക്തിഭദ്രതയുണ്ടോ? ഇല്ല എന്ന ക്രെയ്ഗ് അവിടെ തുറന്നു കാണിച്ചു തരുന്നത്. 1992 ഒരു പബ്ലിക് ഡിബേറ്റ് ഷിക്കാഗോയിൽ വെച്ച് നടത്തിയായിരുന്നു. അതിൽ തെയിസ്റ്റിക് സ്പോക്സ് പേഴ്സണായിട്ട് വില്യം ലെയ്ൻ ക്രെയ്ഗ് ആയിരുന്നു. അതിൻ്റെ ഏത്തിയിസ്റ്റിക് സ്പോക്സ് പേഴ്സണായിട്ട് അന്നത്തെ ഏത്തിയിസ്റ്റിക് സൊസൈറ്റിയുടെ പ്രസിഡന്റിനെയാണ് അവർ വിളിച്ചത്. അപ്പോൾ ഇവർ തമ്മിൽ ഡിബേറ്റ് ചെയ്തു, വളരെ വളരെ ശക്തമായി ഡിബേറ്റ് ചെയ്തു. അതിൻ്റെ ടേപ്പും അത് യൂട്യൂബിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ടേപ്പ് എൻ്റെ കൈവശമുണ്ട്, വീഡിയോ ടേപ്പ്. വളരെ വളരെ പ്രസിദ്ധമായ ഒരു ഡിബേറ്റായിരുന്നു. 10,000 ആൾക്കാർ അതിനെ കേൾക്കാൻ വേണ്ടിയിട്ട് ഒന്നായിരുന്നു. പിന്നെ അതിൻ്റെ ഇരട്ടി ആൾക്കാർ ക്ലോസ് സർക്യൂട്ട് ടി വിയിലും കാണുന്നുണ്ടായിരുന്നു. ഈ ഡിബേറ്റ് കഴിഞ്ഞിട്ട് ഒരു വോട്ടിംഗ്, അതായത് ഉള്ളിലുണ്ടായിരുന്നവർ 10,000 ആൾക്കാർ ഉള്ളിലുണ്ടായിരുന്നല്ലോ, അവരുടെ ഇടയിൽ ഒരു വോട്ടിംഗ് നടത്തിയായിരുന്നു. വോട്ട് ഇതായിരുന്നു, ഹൂ ഗേവ് ദ ബെസ്റ്റ് ആർഗ്യുമെൻറ്റ്സ് ഫോർ ഹീസ് റെസ്പെക്റ്റീവ് പൊസിഷൻ. ആര് വിൻ ചെയ്തെന്നല്ല, ഇൻ യുവർ വ്യൂ ഹൂ ഗേവ് ദ ബെസ്റ്റ് ആർഗ്യുമെൻറ്റ്സ് ഫോർ ഹിസ് പൊസിഷൻ. 80% കൂടുതൽ ആൾക്കാർ പറഞ്ഞു വില്യം ലെയ്ൻ ക്രെയ്ഗിൻ്റെ തെയിസത്തിന് വേണ്ടിയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ആണ് വളരെ വളരെ സ്ട്രോങ്. അതേസമയം അദ്ദേഹത്തിൻ്റെ ഒപ്പോണൻ്റായിട്ട് ഇൻ്റർനാഷണൽ സൊസൈറ്റി ഓഫ് ഏത്തിയസിൻ്റെ പ്രസിഡൻറ്റിൻ്റെ ആർഗ്യുമെൻറ്റ്സിന് യാതൊരു കഴമ്പുമില്ല എന്ന് 80% കൂടുതൽ ആൾക്കാർ. ഇതെല്ലാം ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ലോകപ്രശസ്തനായ ആസ്ട്രോണമറും വത്തിക്കാൻ ഒബ്സർവേറ്ററിയുടെ മുൻ തലവനുമായ ജെസ്യൂട്ട് ശാസ്ത്രജ്ഞനാണ് ഫാദർ ജോർജ് കൊയിൻ. പ്രപഞ്ചവിജ്ഞാനിയും സംബന്ധിച്ച് അദ്ദേഹം ഗവേഷണം നടത്തിയിട്ടുള്ള വിഷയങ്ങളും അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളും അനവധിയാണ്. അദ്ദേഹത്തിൻ്റെ ഈ രംഗത്തുള്ള നേട്ടങ്ങളെ മാനിച്ചുകൊണ്ട് 1991 കണ്ടെത്തിയ ഒരു ആസ്ട്രോയിഡിന് 14429 കൊയിൻ എന്ന പേരാണ് നൽകിയിരിക്കുന്നത്. ശാസ്ത്രജ്ഞൻ എന്നതിനു പുറമെ പ്രഗത്ഭനായ ഒരു പ്രഭാഷകനും ഡിബേറ്ററുമാണ് ഫാദർ ജോർജ് കൊയിൻ. സ്റ്റീവൻ വൈബർഗ് അദ്ദേഹത്തിന് 1979 തോന്നുന്നു ഫിസിക്സിൽ നോബൽ പ്രൈസ് കിട്ടിയത്. വളരെ നല്ല മനുഷ്യനാണ്, വളരെ സമർത്ഥനായ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ആയൊരു പുസ്തകമാണ് ദ ഫസ്റ്റ് 3 മിനിറ്റ്സ്. വളരെ ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ്. അതിൻ്റെ അവസാനം അദ്ദേഹം പറയുന്നു, ദ മോർ ഐ നോ അബൌട്ട് ദ യൂണിവേഴ്സ് ദ മോർ പോയിൻറ്റ്ലെസ് ഇറ്റ് ബിക്കംസ്. ഞാൻ യൂണിവേഴ്സിനെ പറ്റി എത്രയധികം പഠിക്കുന്നോ അത്രയും അതിനനുസരിച്ച് യൂണിവേഴ്സിന് ഒരു എയിമും ഇല്ല, ഒരു മീനിങ്ങും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിന് ഒരു മറുപടിയായിട്ട് ഫാദർ ജോർജ് കോയിൻ, the director of Vatican Observatory, the former director, at that time he was still the director, അദ്ദേഹം ഒരു നല്ലൊരു ആൻസർ കൊടുത്തു. The universe is pointless for someone who has no point. വളരെ ബുദ്ധിപരമായ ഒരു ആൻസറാണ്. If you have no point, if you have no foundation, that means if you have no അടിസ്ഥാന മൂല്യങ്ങൾ, അങ്ങനെയുള്ളവർക്ക് the universe becomes a pointless thing. അതേസമയം അടിസ്ഥാനമുള്ളവർക്കും ശരിയായ രീതിയിൽ ചിന്തിക്കുന്നവർക്കും യൂണിവേഴ്സ് cannot become a pointless thing.
യൂണിവേഴ്സ് ഈസ് മീനിങ്ഫുൾ. ആൻഡ് ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഫാദർ ജോർജ് കോയിൻ ഒരു സാധാരണ വ്യക്തിയല്ല, ഒരു ജെസ്യൂട്ടാണ്, ജെസ്യൂട്ട് പ്രീസ്റ്റാണ്, എൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ്. അദ്ദേഹം ഒരു അക്കംപ്ലിഷ്ഡ് അസ്ട്രോണമറാണ്. അദ്ദേഹത്തിൻ്റെ സംഭാവന ഇൻ്റർനാഷണൽ അസ്ട്രോണമിക്കൽ സൊസൈറ്റി അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അസ്ട്രോയിഡ് ഉണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഒരു അസ്ട്രോയിഡ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സംഭാവനയെ അംഗീകരിച്ചുകൊണ്ടുള്ള, അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ടുള്ളൊരു ഒരു 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 അസ്ട്രോയിഡ് അങ്ങനെയുണ്ട്. അതുപോലെ അത്രയ്ക്ക് സമർത്ഥനായ ഒരു വ്യക്തിയാണ്. വളരെ ഇൻ്റർനാഷണൽ റെക്കഗ്നൈസ്ഡ് അസ്ട്രോണമറാണ് പറയുന്നത്. അല്പം മാറി നിന്ന് ചിന്തിച്ചാൽ ദൈവവിശ്വാസവും ശാസ്ത്രീയ നേട്ടങ്ങളും തമ്മിൽ ഒരു കാലത്തും പൊരുത്തക്കേടുണ്ടാകേണ്ടതില്ല എന്ന ഉറച്ച നിഗമനത്തിലെത്താൻ നമുക്ക് കഴിയുമെങ്കിലും ശാസ്ത്രീയ നിരീശ്വരത്വ ചിന്തകൾ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ആധുനിക ശാസ്ത്രത്തിൻ്റെ ആരംഭദശ മുതൽ ശാസ്ത്രീയ നേട്ടങ്ങളെ മുൻനിർത്തി അനേകർ ദൈവവിശ്വാസത്തെയും ദൈവാസ്തിത്വത്തെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന ചോദ്യം അനേകം ചിന്തകർ സഗൗരവം ചിന്താവിഷയമാക്കിയിട്ടുണ്ട്. പ്രശസ്തരായ ചിന്തകരും ദൈവശാസ്ത്രജ്ഞരും ചില വ്യക്തമായ വിശദീകരണങ്ങളും നൽകുന്നു. മൈക്കിൾ ബക്ലി എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഈശോ സഭക്കാരൻ സയൻറ്റിസ്റ്റ് ഫിലോസഫർ അമേരിക്കയിലെ വലിയൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ദ സോഴ്സ് ഓഫ് സയൻറ്റിഫിക് എത്തിയിസം എന്നും പറഞ്ഞുകൊണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം വാദിക്കുന്നത്, വളരെ പ്രസിദ്ധനായ ഒരു ഓഥറാണ് അദ്ദേഹം വാദിക്കുന്നത്, ഈ സയൻറ്റിഫിക് എത്തിയിസം വരാനുള്ള പ്രധാന കാരണം ഈ അന്നത്തെ തിയോളജിയൻസും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ തിയോളജിയെ സയൻസിന്, അതായത് മെക്കാനിക്കൽ സയൻസിന് ഡിപ്പെൻഡൻ്റ് ആക്കി. തിയോളജി ബിക്കെയിം ഡിപ്പെൻഡൻറ്റ് ഓൺ മെക്കാനിക്കൽ സയൻസ്. അപ്പോൾ ആ മെക്കാനിക്കൽ സയൻസ് കൊളാപ്സ് ചെയ്തു, അതിന് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴത്തേക്കും ദാറ്റ് ഫൗണ്ടേഷൻ ഓഫ് തിയോളജി കൊളാപ്സ് ചെയ്തു. അത് മുഖേന ഏത്തിയസം വന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ കുറേ പരമാർത്ഥമുണ്ട്, പൂർണ്ണമായ പരമാർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കത്തോലിക്ക സഭാ നേതൃത്വത്തിന് യൂറോപ്യൻ രാഷ്ട്രീയത്തിന് മേൽ ശക്തമായ സ്വാധീനമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ആധുനിക ശാസ്ത്രം വളർച്ച പ്രാപിക്കുന്നത്. അക്കാലത്ത് ശാസ്ത്രം മുന്നോട്ട് വെച്ച ചില തത്വചിന്തകളെയും വെല്ലുവിളികളെയും വിശ്വാസ സമൂഹത്തിന് പൂർണ്ണമായും ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിരുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അക്കാലഘട്ടത്തിൽ സഭാ നേതൃത്വം പ്രകടിപ്പിച്ച അസഹിഷ്ണുത മൂലം ശരിയായ പഠനങ്ങൾ നടത്തി വ്യക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയാതെ പോയത് ശാസ്ത്രത്തിന്റെ പക്ഷത്ത് നിന്നവരിൽ തെറ്റിദ്ധാരണകൾക്കിടയാക്കിയിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഏത്തിയസം വരാനുള്ള 2-3 കാരണങ്ങളുണ്ട്. ഒരു കാരണം ഇതാണ്, ഈ സയൻസ് ഡെവലപ്പ് ചെയ്തപ്പോഴത്തേക്കും സയൻസ് പലതരത്തിലുള്ള ചലഞ്ചസ് റിലിജനെ പോസ് ചെയ്തു. റിലിജൻ്റെ മുമ്പിൽ പലതരത്തിലുള്ള ചലഞ്ചസ് അവതരിപ്പിച്ചു. ആ സമയം മിക്ക റിലീജിയസ് ലീഡേഴ്സും ഈ ചലഞ്ചസിനെ പോസിറ്റീവായിട്ട് കാണാതെ അതിനെ ഒരു ഓപ്പോസിഷൻ ടു ബി സപ്രസ് എന്ന രീതിയിൽ അവർ അതിനെ സ്വീകരിച്ചു. ചലഞ്ച് ഈസ് ആൻ ഓപ്പോസിഷൻ ടു ബി സപ്രസ്ഡ്. അതേസമയം അവർ പോസിറ്റീവായിട്ട് അത് എടുക്കുമായിരുന്നെങ്കിൽ എ ചലഞ്ച് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു സെൽഫ് എക്സാമിൻ അവർ സെൽവ്സ് ആൻഡ് ടു മോഡിഫൈ അവർ സെൽവ്സ് ആൻഡ് ടു ഗ്രോ ഇൻ ദാറ്റ് മോഡിഫിക്കേഷൻ. ആ രീതിയിൽ പോസിറ്റീവായിട്ട് അവർ എടുക്കുമായിരുന്നുവെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഏത്തിയസം വരത്തില്ലായിരുന്നു. ശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകളെ യാഥാർത്ഥ്യബോധത്തോടെ ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസ സത്യങ്ങളുടെ വിശദീകരണങ്ങളുമായി അവയെ പൊരുത്തപ്പെടുത്തുക എന്ന ഉത്തരവാദിത്തം പ്രധാനപ്പെട്ടതാണ്. ആധുനിക കാലഘട്ടത്തിലെ മാർപ്പാപ്പമാർ ഇക്കാര്യം ശാസ്ത്ര മത നേതൃത്വങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങളിലും ചില കാലഘട്ടങ്ങളിൽ സഭാ നേതൃത്വത്തിന് വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് എന്ന് അനേകം പണ്ഡിതർ അഭിപ്രായപ്പെടുന്നു. Religion never tried to become acclimatized to a world of science. നമ്മളുണ്ടല്ലോ, ഈ സയൻസിനെ പറ്റി പഠിച്ചായിരുന്നു. സയൻസ് മുഖേന പലതരത്തിലുള്ള മാറ്റങ്ങൾ വന്നു, പലതരത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നു, പുരോഗമനം വന്നു. ആ പുരോഗമനത്തിൻ്റെയും മാറ്റത്തിൻ്റെയും പശ്ചാത്തലത്തിൽ നമ്മളുടെ മതത്തിൻ്റെ ചിന്താഗതികളിലും
കുറേയൊക്കെ വ്യത്യാസം വരുത്തേണ്ടതായിരുന്നു. അത് പലരും ചെയ്തില്ല, അതിനെ പലരും എതിർത്തു. സോ റിലിജൻ സയൻറ്റിഫിക് വേർഡിൽ ഒരു അപരിചിതനെ പോലെ ആയിത്തീർന്നു, ഒരു ഏലിയനെ പോലെ ആയിത്തീർന്നു, ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന പരിസ്ഥിതിയിലായിത്തീർന്നു. അതും ഒരു കാരണമാണ് ഏത്യസം വരുന്നതിനായിട്ട്. പോപ്പ് ജോൺ പോൾ II അദ്ദേഹം എഴുതിയ, ജോർജ് ഓവൻ എഴുതിയ എഴുത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദാറ്റ് we have to acclimatize our religious belief in an atmosphere of science. അതിൻ്റെ അർത്ഥം നമ്മളുടെ വിശ്വാസവും നമ്മളുടെ മതപരമായ ആശയങ്ങളും വിട്ടുകളയണമെന്നല്ല, അതിൽ വേണ്ടതായ ശരിയായ മാറ്റങ്ങൾ വരുത്തുക, തക്കതായ മാറ്റങ്ങൾ വരുത്തുക, റെസ്പോൺസിബിൾ ആയിട്ടുള്ള രീതിയിൽ അതിന് മാറ്റങ്ങൾ വരുത്തുക. അങ്ങനെ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും എത്തിയിസം പോകും. ഇതുപോലെ ഈ മാറ്റങ്ങൾ വരുത്തുന്നതിനുള്ള ഒരു മാർഗമായിട്ടാണ് ഞാൻ സെക്കൻഡ് വത്തിക്കൻ കൗൺസിലിൻ്റെ ഡോക്യുമെൻറ്റ്സ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ചില പോപ്പ് ഫ്രാൻസിസിൻ്റെ ചില ഐഡിയാസും ചില ടോക്സും ഈ രീതിയിലാണ് ഞാൻ കണക്കാക്കുന്നത്. ഇതനുസരിച്ച് പോയി കഴിഞ്ഞാൽ ഏത്തിയിസം കാലക്രമേണ നമ്മുടെ ലോകത്തു നിന്നും മാഞ്ഞു പോകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആഴമേറിയ ബോധ്യങ്ങളാണ് ദൈവവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ആത്മീയ ചിന്തകൾ പകരുന്ന ഉൾക്കാഴ്ചകൾ ശരിയായ പ്രപഞ്ചവീക്ഷണത്തിലേക്ക് നമ്മെ നയിക്കുകയും ശാസ്ത്രീയ നിഗമനങ്ങളുമായി പൊരുത്തപ്പെടുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. എന്നാൽ നാം സ്വന്തമാക്കിയിരിക്കുന്ന ഇത്തരം ആത്മീയ കാഴ്ചപ്പാടുകൾക്ക് വെളിയിലുള്ളവരെ സംബന്ധിച്ച് അവർ നമ്മുടെ വാദഗതികളെ വിലയിരുത്തുന്നത് നമ്മുടെ ജീവിത മാതൃകകളുടെ അടിസ്ഥാനത്തിലായിരിക്കും. ഇത്തരത്തിൽ ചിന്തിച്ചാൽ ശരിയായ ജീവിത മാതൃകകൾ വിശ്വാസികളിൽ നിന്ന് ഉണ്ടാകാത്ത പക്ഷം അത് നിരീശ്വരവാദത്തെ ശക്തിപ്പെടുത്തുന്നതിന് ഇടയായേക്കാം. മഹാത്മാഗാന്ധി പണ്ട് ഒരു പ്രാവശ്യം പറഞ്ഞായിരുന്നു, ഐ ലവ് ക്രൈസ്റ്റ്, ഐ ലൈക്ക് ക്രൈസ്റ്റ്, ബട്ട് ഐ ഡോണ്ട് ലൈക്ക് യു ക്രിസ്ത്യൻസ്. അതായത് നമ്മളുടെ ക്രിസ്തീയ ജീവിതം നമ്മളുടെ ഒത്തൻറ്റിസിറ്റിയെ കാണിക്കുന്നില്ല. നമ്മൾ ഒത്തൻറ്റിക്കായിട്ട് ഒരു ക്രിസ്തുവിൻ്റെ ആശയങ്ങളനുസരിച്ച് ജീവിക്കുന്നില്ല. നമ്മുടെ മാതൃക ഒരു ദുർമാതൃക പോലെ വന്നു. അപ്പം നമ്മളെല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളെ തന്നെ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ പരിശോധിച്ചിട്ട് നമ്മളുടെ മതത്തിൻ്റെ ആശയങ്ങളെയും അടിസ്ഥാനത്തിൽ ജീവിക്കുകയും അങ്ങനെ ഒരു മാതൃക കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് എത്തിയിസം കാലക്രമേണ അപ്രത്യക്ഷപ്പെടും. മസ്തിഷ്ക ശാസ്ത്രത്തെ പറ്റിയുള്ള നമ്മുടെ ചർച്ച സംഗ്രഹിച്ചത് മാറി വരുന്ന കാഴ്ചപ്പാടുകളെ അവതരിപ്പിച്ചുകൊണ്ടാണ്. പണ്ടുകാലത്ത് ശാസ്ത്രജ്ഞനാണെങ്കിൽ പള്ളിയിൽ പോകുന്നവനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ വേണ്ടത്ര ബുദ്ധിയില്ലാത്തവനായിട്ട് കരുതപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇന്ന് ബുദ്ധിയുള്ളവൻ്റെ മതാത്മകത അല്ലെങ്കിൽ ഈശ്വരവിശ്വാസം എന്നതിലേക്കാണ് കൂടുതൽ സൂചനകൾ എന്ന രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്. ബുദ്ധിയുള്ളവരാരും ദൈവത്തിൽ വിശ്വസിക്കുകയില്ല എന്നുള്ള കാഴ്ചപ്പാട് മാത്രമേ അല്പബുദ്ധികളുടെ അല്ലെങ്കിൽ അർത്ഥജ്ഞാനത്തിൻ്റെയും പരിണതഫലമായിട്ട് നിരീശ്വരത്വം മാറുന്ന ഒരു സൈദ്ധാന്തിക സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശാസ്ത്രം കൂടുതൽ മുന്നോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് മതാത്മകതയ്ക്കും ഈശ്വര വിശ്വാസത്തിനുമൊക്കെ കൂടുതൽ യുക്തിപരമായ ബഹുമാന്യത കൈവരും എന്നുള്ള രീതിയിലാണ് കൂടുതൽ ശുഭോദർഹമായ സൂചനകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകസമൂഹങ്ങളിൽ നിരീശ്വര ചിന്തകൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളും ഇന്നത്തെ ലോകത്തിലെ ഇത്തരം ആശയങ്ങളുടെ നിലനിൽപ്പും പരിശോധിച്ചാൽ ആ ചിന്താഗതികളുടെ അടിസ്ഥാനരാഹിത്യം വ്യക്തമാണ്. പ്രത്യേകിച്ച് ശാസ്ത്രീയ നിരീശ്വരത്വം എന്ന ആശയം തന്നെ വളരെ ദുർബലമാണ് എന്ന് നാം തിരിച്ചറിയുന്നു. തികഞ്ഞ ദൈവവിശ്വാസികളായ അനേകം ശാസ്ത്രജ്ഞരും ചിന്തകരും ഈ തിരിച്ചറിവിന് ഉറപ്പ് പകരുന്നു. ശാസ്ത്രീയ സങ്കല്പങ്ങളെ അടിസ്ഥാനമാക്കി ഇനിയും ദൈവാസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ആശയങ്ങളും വ്യക്തികളും ഉയർന്നു വന്നേക്കാം. പക്ഷേ ദൈവം എന്ന നിത്യസത്യത്തെ തള്ളിപ്പറയുവാൻ
ഒരു ശക്തിക്കും കഴിയില്ല എന്ന് നിശ്ചയം. കൃത്യമായി നിർവചിക്കുകയും മനസ്സിലാക്കാനുള്ള ഒരു തുറവി കാണിക്കുകയും ചെയ്താൽ ഗണിതശാസ്ത്രത്തിലെ പല വ്യവഹാരങ്ങളും പ്രതീകങ്ങളും പ്രമേയങ്ങളും നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഒത്തിരിയേറെ ധന്യമാക്കും. ഒരു നക്ഷത്രത്തിൽ നിന്ന് വരുന്ന രശ്മികൾ സാധാരണഗതിയിൽ അത് ഋതുരേഖയിൽ നേർരേഖയിലാണ് പ്രസരിക്കുന്നത്. അങ്ങനെയുള്ള രശ്മികൾ സൂര്യൻ്റെ ആകർഷണ മണ്ഡലത്തിലൂടെ കടന്നു പോകുമ്പോൾ വളയും എന്ന് ആപേക്ഷിക സിദ്ധാന്തം പറയുന്നു. ദി അബ്സല്യൂട്ട് ഇൻഫിനിറ്റി, എല്ലാ അനന്തതകളുടെയും സമുച്ചയം അല്ലെങ്കിൽ സമഗ്രത, അബ്സല്യൂട്ട് ഇൻഫിനിറ്റി. വാസ്തവത്തിൽ ഇൻഫിനിറ്റി ഗണിതശാസ്ത്രപരമായി തെളിയിക്കാനാവില്ല എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. തെളിയിക്കാനാവില്ലെങ്കിലും ഒരിക്കൽ കൂടി പറയട്ടെ, അതില്ലാതെ ഗണിതമില്ല.